ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ സീരീസിലെ അടുത്തൊരു എപ്പിസോഡാണ്, അടുത്തൊരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും പാലുമാണ്. അപ്പോൾ കൂടുതൽ കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു ഡിഷായിരിക്കും. മെയിൻലി ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ പിടിയും കോഴിയും പിടിയും പാലും ഒക്കെ നമുക്ക് മിക്ക ആഘോഷങ്ങളിലും നമ്മൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പ്രധാന വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനിവിടെ ഈ മെഷറിംഗ് കപ്പിന്, അത് ഹാഫ് ഇതിൻ്റെ മെഷറിംഗ് കപ്പാണ്. ഇതിന് അതിനൊരു കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മെഷർമെൻറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം ഇതിലേക്ക് ഞാൻ അതേ സെയിം മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പിടിക്ക് ചെറിയൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത വെള്ളം കുറച്ച് പോരാതെ വന്നിരുന്നു. പിന്നെ ഞാനപ്പം കുറച്ചൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ച് വെക്കുക. കുഴച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് അതിൻ്റെ ആ ചൂട് മാറുന്നിടം വരെ ജസ്റ്റ് ഇതൊന്ന് കുഴച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം ചൂടൊന്ന് നമുക്കൊന്ന് നോക്കാം, പിടിക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് ഇപ്പം ഏകദേശം നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ നന്നായിട്ടൊന്ന് നനയ്ക്കാം കേട്ടോ. കൈ നന്നായിട്ടൊന്ന് നനച്ചിട്ട് നമുക്കിത് നന്നായിട്ട് റൗണ്ട് ഓരോ സ്മോൾ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം നിങ്ങൾ ഒരുപാട് വലിയ ഇതായിട്ട് ഉരുട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അതൊന്നും വേവില്ല എങ്കിലും നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുഴച്ചത്. എന്നിരുന്നാലും കുറച്ചും കൂടെ നമുക്ക് കഴിക്കാനും ഒരു സുഖം, കാണാനും ഒരു ഭംഗി ചെറിയ ചെറിയ ബോൾസ് ആകുമ്പോഴാണ്. അപ്പോൾ വൈറ്റ് കളർ ചെറിയ ബോൾസ് ആകുമ്പോൾ കാണാൻ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ റൗണ്ട് ഇതായിട്ടില്ല, എന്നാൽ ഒരു മീഡിയം സൈസ്, പെട്ടെന്ന് വേവാനും നമുക്ക് കഴിക്കാനും ഒക്കെ പെട്ടെന്ന് ഇതായിട്ടുള്ള ചെറിയ റൗണ്ട് ഇതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ വേണം, തേങ്ങാപ്പാലാണ്. അപ്പം തലപ്പാലും, അതായത് 1-ാം പാലും 2-ാം പാലും വേണം. 2-ാം പാൽ ഇപ്പോൾ ഈ കുറച്ച് കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേർക്കുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നീട്ടിയെടുക്കാം. കാര്യം ഈ ബോൾസ് നമ്മൾ ഉരുട്ടിയെടുത്ത ഈ ബോൾസ് നമ്മൾ ഈ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. സോ തേങ്ങാപ്പാൽ കട്ടി കൂടുതലാണെങ്കിൽ അത് പിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന സമയത്ത് വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഒന്നാമത്തെ ഒരു തലപ്പാൽ, അതായത് ഫസ്റ്റ് പാലും വേണം, രണ്ടാം പാലും വേണം. അപ്പോൾ അത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1-ാം പാൽ കുറച്ച് കട്ടിയുള്ളതും 2-ാം പാൽ തീരെ കട്ടിയില്ലാത്തതും വേണം. അപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഫുള്ള് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിലർക്കൊരു ഡൗട്ട് കാണും, ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കിന് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുമോ, അലുത്ത് പോകുമോ എന്നുള്ള. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു പേടിയും വേണ്ട. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2-ാം പാലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഇത് കുറുകി വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും. അപ്പോൾ ജസ്റ്റ് നമുക്കിത് എപ്പോഴും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അടി പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഏലക്കയാണ് കേട്ടോ. ഏലക്ക നല്ല പച്ച ഏലക്ക എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. അതിൽ നിന്ന് ഞാനൊരു 3-4 ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഏലക്ക ചേർക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ആയൊരു ടേസ്റ്റ് വരുന്നത്.
ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യുമിൻ സീഡ്സ്, സാധാരണ ജീരകം, അത് ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് അതിനകത്തോട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അതിനാണ് ഞാനിത് കാണിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ടോ അല്ല വെള്ളം ചേർത്തുകൊണ്ട് അത് നിങ്ങൾ അലന്ന് പോകുമെന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക, കൈ വിടാതെ ഇളക്കുക. അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്നതിനിടയ്ക്ക് വേറൊരു ജോലിക്കും പോകാനായിട്ട് പാടില്ല, ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. ഓൾറെഡി നമ്മുടെ ഈ ബോൾസ് വെന്തതാണ്, അതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കില്ല. എങ്കിലും നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് പൊടി നമ്മൾ കലക്കി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പൊടി കലക്കി ചേർക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് കുറച്ച് പാൽ ഞാൻ വെള്ളം കലക്കിയിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക, കട്ടയൊന്നുമില്ലാതെ തന്നെ കലക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ തന്നെ കലക്കുന്നതായിരിക്കും നല്ലത്. നോർമൽ വെള്ളത്തിൽ കലക്കുന്നതിലും നല്ലത് തേങ്ങാപ്പാലിൽ തന്നെ കലക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം പയ്യെ. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഇത് വെന്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കുറുക്കി ചേർക്കുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങൾ ഓർത്തോണം. നമ്മളിത് ചേർത്ത് കഴിഞ്ഞാൽ ഈ അരിപ്പൊടി കലക്കി ചേർത്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് കുറുകി വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കൈവിടാതിരിക്കാൻ തന്നെ ശ്രമിക്കണേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ഒത്തിരി കുറുക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് ലൂസായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഇത് ഇരിക്കും തോറും കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് തിക്കൻ ആവാനായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പം ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ ഈ ബോൾസ് ഏതെങ്കിലും 1-2 എടുത്ത് നോക്കുക. കാര്യം അത് വെന്തിട്ടുണ്ടോ, അതിൻ്റെ ആ പച്ചച്ചോവയൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഈ സമയത്ത് ഇപ്പം നോക്കാം, നല്ല രസമില്ല, ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. ഇനി ഒത്തിരി നേരം ഇട്ട് അങ്ങനെ വറ്റിച്ചെടുക്കണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇത്രയും സിമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് ഇതെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചേർക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണല്ലോ ഇത് വേവിച്ചെടുത്തത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ആഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു വൈറ്റ് കളറും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ അതിൻ്റെ ഏലക്കയുടെ ഫ്ലേവറും ജീരകത്തിൻ്റെ ഫ്ലേവറും തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ ആകുമ്പോഴത്തേനും വളരെ അടിപൊളി ഒരു ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും നല്ലൊരു ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇച്ചിരി അരിപ്പൊടി മാത്രം മതി, അരിപ്പൊടിയും പഞ്ചസാര ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ്. ലോക്ക്ഡൗൺ സമയമാണ്, എല്ലാവർക്കും സമയമുള്ളതും നമ്മൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്ന സമയം കൂടെയാണല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഏതെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ പറയാം, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ബൈ.